ഹായ്, ഇന്ന് നമുക്കൊരു ഹാൻഡ് മെയ്ഡ് ജേണൽ ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് വാണിംഗ്, പേപ്പർ കട്ടർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തലങ്ങും വിലങ്ങും മുറിവുമായിട്ട് ഇരിക്കേണ്ടി വരും. ഉപയോഗിക്കാത്ത നോട്ട്ബുക്കിലെ കുറച്ച് പേപ്പേഴ്സ്, പിന്നെ ഒരു കഷ്ണം കാർഡ്ബോർഡ്, പിന്നെ അത് പൊതിയാനുള്ള ഒരു ക്ലോത്ത് അല്ലെങ്കിൽ പേപ്പർ, ഇത് മതി കേട്ടോ. കാർഡ്ബോർഡ് വീഡിയോയിൽ കാണുന്നത് പോലെ മുറിക്കണം കേട്ടോ. മുഴുവനായിട്ട് മുറിക്കാതെ ഒരു വര കൊടുത്തിട്ട് അത് മടക്കിയെടുത്താൽ മതി. ഞാൻ മുറിച്ചപ്പോൾ ഒരു സൈഡ് കുറച്ച് ആഴത്തിൽ മുറിഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ എഴുതാത്ത കുറച്ച് നോട്ട്ബുക്കിലെ പേപ്പേഴ്സും അതുപോലെ എൻ്റെ 2020 ഒരു ഡയറി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എഴുതാത്ത കുറച്ച് പേപ്പേഴ്സൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ പേപ്പർ ആ ഒരു സൈസിൽ കട്ട് ചെയ്യുമ്പോഴാണ് ഗൈസ് എൻ്റെ കൈ മുറിഞ്ഞത് നോക്കിയിരുന്നത് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ, ചെയ്യാതിരിക്കാനുള്ള ക്ഷമയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ചെയ്യലെന്നെ. ഈ വേസ്റ്റ് പേപ്പേഴ്സൊക്കെ ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ പേപ്പേഴ്സൊക്കെ ഒട്ടിച്ചത്. അത് ആ കാർഡ്ബോർഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ കവർ ചെയ്യണ്ടേ? ഈ കാണുന്ന ക്ലോത്തും ഒരു ബ്രൗൺ കട്ടിയുള്ള പേപ്പറായിരുന്നു ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബ്രൗൺ പേപ്പർ തന്നെ ചൂസ് ചെയ്തു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബ്രൗൺ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിക്കേഴ്സും റൈറ്റിങ്സും ഒക്കെ വന്നപ്പോൾ അടിപൊളി. ഇങ്ങനൊരു വലിയ ജേണൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് കൊണ്ടൊക്കെ ജേണൽ ചെയ്യുമ്പോൾ അത് ഹാൻഡ് മെയ്ഡ് ജേണലിൽ തന്നെ ആകുമ്പോൾ അടിപൊളിയായിരിക്കൂലേ. പിന്നെ അതിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് റിച്ചൂസ് ഹാൻഡ് മെയ്ഡ് ജേണലിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ബ്രൗൺ ഹാർട്ട് കമൻറ്റ് ചെയ്യുമോ? നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയാൽ എന്തായാലും ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.